അപ്പൊ ശ്രദ്ധിക്കുക, ബിലിയാമിന്റെ ഉപദേശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ കിടക്കുന്ന ഒരു ദൈവ പൈതൽ ഏവിധ അനുഭവങ്ങളിൽപ്പെട്ട വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും. ഇവര് ബാൽപയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ ചെന്ന് വായിച്ച സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1, 2, 3 ആദിയായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു തെളിവ് ആ ഭാഗത്ത് കിടപ്പുണ്ട്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1, 2, 3 തിരുവെടുത്തുകൾ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപയോറിനോട് ചേർന്നു യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ഇവിടെ ജനം ശിത്തീമിൽ പ്രളയമടിക്കുമ്പോൾ ജനം മോവാബിനുമായിട്ട് ഇടകലർന്നു. അവര് തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. സ്തോത്രം. ഓണമാ നിങ്ങളല്ല, മരണം. പെന്തിക്കോസുകാർ വരും ഇപ്പോൾ ഓണം. പിന്നെ സ്തോത്രം, പെന്തിക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു. ഓണാശംസകൾ. നിനക്ക് ഭ്രാന്താ. പെന്തിക്കോസുകാരോടായി പറയാനേ, ലോകക്കാരോടല്ല. അവരത് ആഘോഷിക്കട്ടെ, നമ്മളതിന് വിലക്കണ്ട. അവരത് ചെയ്തോട്ടെ, അവർക്കല്ലല്ലോ ഈ പ്രമാണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കുന്ന പെന്തിക്കോസുകാരോടാ ഞാനീ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുമസ് ആശംസകൾ നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? ഓണാശംസകൾ. സകല വിരുന്നിനും പോവുക. ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത. കൊട്ടും മേളമൊക്കെ നടക്കുന്നുണ്ട്. ട്രമ്മ്, സൈഡ് ട്രമ്മ്, പിന്നെ ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ, അത് ഓർഗൻ 5 എണ്ണം. ഇതിൻ്റെ പേരിന് ഋതംപാട്, ഹാർമോണിയം എല്ലാം ഉണ്ട്. പക്ഷേ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി നേരത്തെ വന്നു. 10 മണിക്കായി 9:30 പുള്ളി 2 പേനായി ഒരു ബുക്കുമായിട്ട് വന്നു. കമ്മിറ്റിക്കാരുമുണ്ട്, അവർക്ക് സൈഡ് സീറ്റാ. സകല അണ്ണന്മാരും വന്നു. പക്ഷേ യേശു സഭയ്ക്കകത്തില്ല. ഓളിയൊക്കെ കൂട്ടുന്നുണ്ട്. പക്ഷേ യേശു സഭയ്ക്കകത്ത് ഇരിക്കാത്ത വിധത്തിൽ ആ സഭയ്ക്കകത്ത് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് എല്ലാം ബിലിയാമിന്റെ ഉപദേശത്തിൽ പങ്കുചേർന്നിരിക്കുക. ഉള്ള വിരുന്നിനെല്ലാം പോയി നല്ല പെരുക്കിയാ ഞായറാഴ്ച വന്നിരിക്കുക. മോവാബിരുമായിട്ട് ഇടകലർന്നു. അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവർ പോയി ഭക്ഷിച്ചു. ഭക്ഷിക്കുക മാത്രമാണോ, അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. അന്യാരാധന. ആരാധിക്കേണ്ടത് യേശുവിനെയാണ്. യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. സ്തോത്രം. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ. അത് പോരാഞ്ഞിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു. ചെന്ന് കഴിക്കുക പുസിക്ക, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? പുസിച്ചെന്നാ എന്ന് പറഞ്ഞ നല്ല കഴിപ്പ് അവിടെ ചെന്ന് കഴിച്ചു. ഉപ്പേരി, പിന്നെന്തുവാ, കളിയടയ്ക്ക, ശർക്കര വരട്ടി. ഒരു വിദ്വാൻ ചോദിക്കുന്നത് ശർക്കര വരട്ടി ഇല്ലയോ എന്ന്. ഭയങ്കര സുപ്രസിദ്ധ രോഗശാന്തി വര പ്രാർത്ഥന. പുള്ളി ചോദിക്കുന്ന പിന്നെ ശർക്കര വരട്ടി എന്ത് ചെയ്യുന്നു? ആരാന്നായിരിക്കും പാസ്റ്റർ ചിന്തിക്കുന്നല്ലേ? യോഗം കഴിഞ്ഞ് പറയാം, അത് കേട്ടേ പോകാവൂ. മനസ്സിലായോ? സ്തോത്രം. ഈ കാട്ടായമെല്ലാം കാണിച്ചേച്ച് ഓളിയം കൂട്ടിയത് കൊണ്ടോ ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കാന്നൊന്നും യേശു അകത്ത് നിൽക്കത്തില്ല. യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ അവൻ സഭ വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് മോവാബിനുമായിട്ട് ഇടകലർന്നു. ഇപ്പൊ പെന്തിക്കോസ് ഏതാ, സമുദായം ഏതാ, അവരേതാ, ഇവ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ഞായറാഴ്ച സ്റ്റേജാ നിൽക്കുമ്പോൾ മനസ്സിലാക്കും നമ്മുടെ പാസ്റ്ററാണ്. തിങ്കളാഴ്ച കണ്ടാൽ പിടികിട്ടുകയല്ല. തിങ്കളാഴ്ച പാസ്റ്റർ ഒരു കാച്ചട്ട ഇട്ടോണ്ട് റോഡിൽ കൂടെ മനസ്സിലാകുന്നില്ല.
ഞായറാഴ്ച വന്നപ്പോൾ 3.5 മീറ്ററിന്റെ മുഴുത്ത ജീപ്പാ. തിങ്കളാഴ്ച കണ്ടപ്പോ നമ്മുടെ പാസ്റ്റർ അന്ന് നിക്കറിട്ടുണ്ട് ഇതിലല്ല, പിന്നെ നമ്മുടെ പാസ്റ്റർ പിന്നെ ഞാനിപ്പോൾ ആഴ്ചന്ന് നിക്കറയിലും ഉണ്ടല്ലോ. ഈ രീതിയാ പോകുന്നെങ്കിൽ അവസാനം നിക്കറും കാണാത്തൊരു കാലമാണ്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഞായറാഴ്ച നീ പാസ്റ്റർ ആയിരിക്കണം, തിങ്കളാഴ്ച നീ പാസ്റ്റർ ആയിരിക്കണം. സ്തോത്രം. ഈ ചിലര് ധരിച്ചു വച്ചിരിക്കുന്നത് വേഷത്തിൽ വലിയ കാര്യമില്ലെന്നുള്ളതാ ശരി. എന്നിരുന്നാലും വേറെ പുസ്തകത്തിലെ പ്രയോഗമുണ്ട്, അപ്പോസ്തലന്മാരുടെ വേഷത്തിൽ കാര്യമുണ്ട്. അപ്പോസ്തലന്മാരുടെ വേഷം അങ്ങനെ എഴുതിയേക്കുന്ന പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? അല്ലല്ല, വേഷത്തിന് പ്രാധാന്യമുണ്ട്. അവിടെ ഞാൻ നാളെ ആ വിഷയം എടുക്കാം. ഇന്നിപ്പോൾ എടുത്താൽ ചിലപ്പോൾ നാളെ നിങ്ങൾ വരികയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നാളെ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. ബിലിയാമിന്റെ ഉപദേശം, നിക്കലോവിയ ഉപദേശം, ഈ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേർപാടില്ല. ഉപദേശിമാരാണെങ്കിലും ഇപ്പൊ സഭയ്ക്കകത്ത് വേർപാട് പറയുന്നില്ലല്ലോ. ഒരു ഉണർവുണ്ടായി, ഭയങ്കര ബഹളം ഉണ്ടാക്കി, എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം, ചുമ്മാ ഇങ്ങനെ നിൽക്കുക കയ്യും പറപ്പിച്ച്, എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം. അപ്പം പിന്നെ ഇപ്പം ഇവിടെ വലിയ കുഴപ്പമില്ല. ചിലയിടത്ത് പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ മൂളിച്ചോണ്ടിരിക്കുക. അതിനെന്നെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതൽ, ഉടനെ അത് നിങ്ങൾ ചിലയിടത്ത് ശ്രദ്ധിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇത് നല്ലതാ, അത് നല്ലതാ, ഇത് നല്ലതാ. അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കാവൂ. സ്തോത്രം. ഇതെല്ലാം അത്യാവശ്യമാണ്. സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ശഠിക്കുന്നയാളും അത് വേറെ പുസ്തകപ്രകാരം സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നയാളുമാണ് ഞാൻ. എല്ലാ വാദ്യ ഉപകരണവും വേണം. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാവൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് യേശുവില്ല. യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ സഭ വേർപാടിന്റെ ഉപദേശത്തിൽ നിൽക്കണം. ആള് കൂട്ടുന്ന മാർഗമല്ലിത്. ആള് ഓളവും ബഹളവും ആളും വലുതാക്കുന്ന മാർഗമല്ലിത്. രണ്ടെണ്ണം ഉള്ളെങ്കിൽ അങ്ങ് നിത്യതയിൽ ചെല്ലണം. യേശു ക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവൻ സഭ ബിലിയാമിന്റെ ഉപദേശത്തോട് വിട പറയണം. എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല. സ്തോത്രം. ദൈവമക്കൾ പ്രമാണത്തിൽ നിന്നാൽ യേശു സഭയ്ക്കകത്ത് കാണും. ഇന്ന് രാത്രി ഈ സഭയോടും ദൂരത്തിൽ നിന്ന് കേൾക്കുന്ന സകല ദൈവമക്കളോട് പറയട്ടെ, വേർപാടിന്റെ ഉപദേശത്തിൽ സഭ നിലനിൽക്കണം. ആള് കൂടുന്ന നല്ല വിഷയം, ബഹളം ഓളം നല്ല വിഷയം. 10 പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ 5 പേരെ ഉള്ളെങ്കിൽ അത് നിത്യതയിലെത്തുക എന്നുള്ളതാ. ബിലിയാമിന്റെ ഉപദേശത്തിൽ അവൻ കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് കർത്താവില്ലാത്തത്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി അവിടുന്ന് നടകൊണ്ടുകൊണ്ടിരിക്കുക. ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ചിന്തിക്കാം. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ മലയാളത്തിൽ പാടും, തമിഴ് അറിയാവുന്നവർ തമിഴ് പാടണം. പാട്ട് സെയിം പാട്ടാ, ഒന്നിച്ച് പാടി കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. വാനിലും പൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും പൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തി
കൈയടിച്ച് ചേർന്ന് യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി. യേശുവിന്റെ തിരുനാമത്തിന് ഇപ്പോഴും എപ്പോഴും ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നത ദൈവനാമമാണ്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നത ദൈവനാമമാണ്. ഉലകെങ്ങും തോന്നിക്കുന്ന നാമമാണ്. ഉലകെങ്ങും തോന്നിക്കുന്ന നാമമാണ്. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി. സങ്കടം ചഞ്ചല ശോധന വേളയിൽ താങ്ങി നടത്തി നാമമാണ്. സങ്കടം ഓ ജീസസ് നാമമാണ്. ഭയം മുറ്റുമകറ്റിടും. നാമമാണ്. ഭയം മുറ്റുമകറ്റിടും. നാമമാണ്. ഓ യേശുവിന്റെ തിരുനാമത്തിന് എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരു Praise the Lord Jesus. കരമുയർത്തി ഹല്ലേലൂയ പാടാം.